അനീഷ്, ഇപ്പോൾ ഏത് നിലയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്? SFI വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ടല്ലോ. ഇന്ന് ഗവർണറെ തടയുക, അത്തരത്തിലുള്ള ലക്ഷ്യം SFIക്കുണ്ടോ? അഭിലാഷ, നിലവിൽ നാമമാത്രമായ പോലീസുകാർ മാത്രമാണ് ഈ ക്യാമ്പസിലും സമീപ പ്രദേശങ്ങളിലും ഉള്ളതെങ്കിൽ ഉച്ചതിരിഞ്ഞ് ഈ പോലീസ് സുരക്ഷാ സന്നാഹങ്ങൾ കൂടുതൽ കർശനമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 300-ലധികം പോലീസുകാരെയാണ് ക്യാമ്പസിനകത്തും പുറത്തുമായി വിന്യസിച്ചിരിക്കുന്നത്. ഒപ്പം ഗവർണർ എത്തുന്ന വിമാനത്താവളം, അവിടെ നിന്ന് വരുന്ന വഴി എന്നിവിടങ്ങളിലൊക്കെ പോലീസിന്റെ സുരക്ഷ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായതുപോലെ ഈ വഴിയിൽ കരിങ്കൊടി കാണിക്കുന്ന അടക്കമുള്ള സംഭവങ്ങളുണ്ടായാൽ അതിനെ പ്രതിരോധിക്കുക തന്നെയാണ് ലക്ഷ്യമിടുന്നത്. കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പോലീസുകാരുടെ വിന്യാസം. ഏതാണ്ട് 6 CIമാരുടെ നേതൃത്വത്തിൽ 300ഓളം പോലീസുകാരെ വിന്യസിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഗവർണർ താമസിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ഭാഗങ്ങളിൽ ഇപ്പോൾ തന്നെ പ്രത്യേക പോലീസ് സുരക്ഷ ഉണ്ട്. അതിന് സമീപത്താണ് ഈ ഹോസ്റ്റലുകൾ സ്ഥിതി ചെയ്യുന്നത്. പുരുഷന്മാരുടെയും പെൺകുട്ടികളുടെയും ഒക്കെ അടക്കമുള്ള ഹോസ്റ്റലുകൾ സ്ഥിതി ചെയ്യുന്നത് ആ ഭാഗത്താണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കണം. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ SFI സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, ആർഷ അടക്കമുള്ള ആളുകൾ ഇന്നലെ തന്നെ ഈ ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട്. അവർ ഈ ഏത് രീതിയിലുള്ള സമരം മാർഗങ്ങളാണ് ആവിഷ്കരിക്കുക? ഗവർണർ പറയുന്നത് SFI പ്രവർത്തകർ വഴിയിൽ തടഞ്ഞാൽ ആ തടയുന്നിടത്ത് വാഹനത്തിൽ നിന്നും ഇറങ്ങി വരും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിലാണ് ഈ സമരത്തിന്റെ രീതി? ഗവർണർ വീണ്ടും പറയുന്നത് SFI ഗുണ്ടകളാണ്, ആ ഗുണ്ടകൾ വഴിയിൽ തടഞ്ഞാൽ താനിറങ്ങി വരും എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. വീണ്ടും വീണ്ടും പറയുന്നത് ഗുണ്ടകളാണ് തന്നെ ഞങ്ങള് ഏറ്റവും ജനാധിപത്യപരമായിട്ട് ഒരു രാഷ്ട്രീയ സമരത്തിനാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കുറച്ച് ദിവസങ്ങളായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ രാഷ്ട്രീയ സമരമാണ്. ആ രാഷ്ട്രീയ സമരം അങ്ങേയറ്റം ജനാധിപത്യപരമായ രീതിയിൽ തന്നെ ഏറ്റവും തീക്ഷ്ണമായി SFI മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞത്, അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുണ്ടകളെ നേരിടും, ക്രിമിനലുകളെ നേരിടും എന്നുള്ളതാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, ഇതിനു മുൻപ് അദ്ദേഹം ഗുണ്ടകളെന്നും ക്രിമിനലുകളെന്നും വിളിച്ചത് ഇർഫാൻ ഹബീബും ഗോപിനാഥ് രവീന്ദ്രനും ഉൾപ്പെടെയുള്ള ലോകം ആദരിക്കുന്ന മനുഷ്യരെയാണ്. അപ്പൊ ആ ആളുകളുടെ പട്ടികയിലേക്ക് ഞങ്ങളെയും പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, ഞങ്ങൾക്കത് അഭിമാനം തന്നെയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏത് നിലയ്ക്കാണ് സർവകലാശാലകളുടെ ചാൻസലർ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പൊ ഇദ്ദേഹം നിലവിൽ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വെല്ലുവിളി, എന്താ പറയുക, SFI ഉയർത്തിയ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തു. ഞാനെന്തോ എന്താ പറയുക, ഭയങ്കര ഹീറോയിക് പരിവേഷം അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുന്നതിന് വേണ്ടി ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കീലേരി അച്ചു നിലവാരത്തിലേക്ക് അദ്ദേഹം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ആർജവം ചാൻസലർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും വലിയ പൊതുസമൂഹം ഒന്നടങ്കം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രാഷ്ട്രീയ ചോദ്യമുണ്ട്. ഈ 2 സർവകലാശാലകളുടെ സെനറ്റ് നോമിനേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള ലിസ്റ്റ്, അത് ഏത് കേന്ദ്രത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭ്യമായി എന്നുള്ളതിനെ സംബന്ധിച്ച് അതാണല്ലോ ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളിയും ഏറ്റവും വലിയ ചോദ്യവും. അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയോ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, അത് എവിടെ നിന്ന് കിട്ടി? അതിനോട് അദ്ദേഹം പ്രതികരിക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല. നിങ്ങൾക്ക് മറുപടി നൽകാതെ അദ്ദേഹം തിരിഞ്ഞു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ ചോദ്യമാണ്. ഞങ്ങളുടെ സമരം രാഷ്ട്രീയ സമരമാണ്. അത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. സർവകലാശാലകളെ സംഘപരിവാർവൽക്കരിക്കുന്നതിനു വേണ്ടി RSS തയ്യാറാക്കിയ അജണ്ട അത് കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കില്ല. അതിനൊരു തരത്തിലും കേരളത്തിലെ സർവകലാശാലകളെ ഞങ്ങൾ വിട്ടുതരുന്ന നിലയുണ്ടാകില്ല. ഇപ്പോൾ അദ്ദേഹം ഈ 3 ദിവസം കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് കടന്നു വരുന്നത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തെ മികവുറ്റതാക്കി മാറ്റുന്നതിന് വേണ്ടിയല്ല. ഒന്ന്, RSSന്റെ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി 3 ദിവസം വരുന്ന ഘട്ടത്തിൽ സർവകലാശാലയുടെ എല്ലാ അക്കാദമിക അന്തരീക്ഷത്തെയും തടസ്സപ്പെടുത്തുന്ന, സ്തംഭിപ്പിക്കുന്ന നിലയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഈ ദിവസങ്ങളിൽ സർവകലാശാലയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സെമിനാറുകൾ നടക്കുന്നുണ്ട്.
വിവിധ അക്കാദമിക് പ്രവർത്തനങ്ങളും അക്കാദമിക് ഇതര പ്രവർത്തനങ്ങളും സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ മുഴുവൻ സ്തംഭിപ്പിക്കുന്ന സാഹചര്യം. ഇപ്പോൾ രാജ്ഭവനിൽ നിന്നുള്ള ഉത്തരവ് സർവകലാശാലയിൽ 4 ഗസ്റ്റ് ഹൗസ് ഉണ്ട്, 4 ഗസ്റ്റ് ഹൗസും ഒഴിപ്പിക്കണം എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ അക്കാദമിക് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർവകലാശാലയിൽ എത്തിയിട്ടുള്ള ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചു. ഇവിടെ 4 ഗസ്റ്റ് ഹൗസുകൾ. അദ്ദേഹത്തിന് ഒരു ഗസ്റ്റ് ഹൗസിൽ നിൽക്കുക, പുള്ളി വലിയ ധൈര്യശാലിയാണ്, എനിക്ക് വലിയ ധൈര്യമാണ് എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് ഈ 4 സർവകലാശാലകളും പൂർണ്ണമായി ഒഴിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് 500ഓളം വരുന്ന പോലീസിന്റെ സുരക്ഷ തനിക്ക് വേണം. അപ്പൊ ഞങ്ങൾ ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി തരാൻ ഇദ്ദേഹം ആവർത്തിച്ച് ഞങ്ങളെ ക്രിമിനലുകളെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഗുണ്ടകളെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ക്രിമിനൽ പ്രവർത്തനത്തിനോ ഗുണ്ടാ പ്രവർത്തനത്തിനോ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയല്ല ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ വിദ്യാർത്ഥികളാണ്, സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ആക്രമിക്കുന്നതിന് വേണ്ടിയല്ല വന്നിട്ടുള്ളത്. ഈ സർവകലാശാലകളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ആശങ്കകൾ ഉയർത്തുന്നതിന് വേണ്ടിയാണ്. സർവകലാശാലകളെ തകർക്കുന്നതിന് വേണ്ടി അതിന്റെ ചാൻസലർ തന്നെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധിക്കുന്നതിന് വേണ്ടി, ജനാധിപത്യപരമായ പ്രതിഷേധം ഉയർത്തുന്നതിന് വേണ്ടി വിദ്യാർത്ഥി സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതിനെ ഏതെങ്കിലും തരത്തിൽ കായികമായി കൈകാര്യം ചെയ്ത് കളയാം, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കീലേരി അച്ചു നിലവാരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് ഞങ്ങളെ പ്രകോപിതരാക്കാമെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ അദ്ദേഹത്തിന് ഉണ്ടാകും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങൾ ആ നിലയിലൊക്കെ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുണ്ടാകും. എന്നാൽ ഒരു തരത്തിലുള്ള പ്രകോപനത്തിന് വഴങ്ങുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല. ജനാധിപത്യപരമായി കരുത്തുറ്റ തീഷ്ണമായ സമരം, പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ഇപ്പോ കാലിക്കറ്റ് സർവകലാശാല സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ച്, MSFനെ സംബന്ധിച്ച് വലിയ ശേഷിയുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജില്ലയാണ്. UDF സംവിധാനങ്ങളെ സംബന്ധിച്ച് ശേഷിയുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലക്കകത്ത് സംഘപരിവാറിനെതിരെ ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി UDF തയ്യാറാകുന്നില്ല എന്നുള്ളത് ഗൗരവകരമായി തന്നെ പൊതുസമൂഹം കാണേണ്ടതായിട്ടുണ്ട്. നിലവിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ RSSഉം ചാൻസലറും ഇട്ടുകൊടുക്കുന്ന അപ്പക്കഷ്ണം തിന്നുന്ന ആളുകളായി മുട്ടിലഴഞ്ഞുകൊണ്ട് കേരളത്തിലെ UDFും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസം വരെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടില്ല എങ്ങനെ RSS കേന്ദ്രത്തിൽ നിന്നും ചാൻസലർ ഒപ്പിട്ട് മുന്നോട്ട് വെച്ച സെനറ്റ് അംഗങ്ങളുടെ പട്ടികയ്ക്കകത്ത് എങ്ങനെ UDFന്റെ നേതാക്കന്മാർ വന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നും BJP ഓഫീസ് വഴി ചാൻസലറുടെ ടേബിളിലേക്ക് 3 ആളുകളുടെ പേര് പോയി എന്നുള്ളതാണ്. ചാൻസലർ ടേബിളിലേക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് BJP ഓഫീസ് വഴി 3 ആളുകളുടെ പേര് പോയി. അതിൽ 2 ആളുകൾ കേരള സർവകലാശാല സെനറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടു, ഒരാൾ ഉൾപ്പെട്ടില്ല. ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ ഒരു സഹപ്രവർത്തകയാണ്, അവളൊരു മാധ്യമ പ്രവർത്തകയാണ്. 3 പേരിൽ ഒരാൾ, ഉൾപ്പെടാതിരുന്ന ഒരാൾ. മറ്റ് 2 കോൺഗ്രസ് നേതാക്കൾ കേരള സർവകലാശാലയിൽ സെനറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു, RSS കേന്ദ്രത്തിൽ നിന്ന് കൊടുത്ത സെനറ്റ് ലിസ്റ്റിൽ. ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയിൽ 7 UDF നേതാക്കന്മാർ ഉൾപ്പെടുന്നു. ഇവർ സംഘപരിവാറിനെതിരായ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്താൻ ആർജവമുള്ള ആളുകളാണെങ്കിൽ രാജിവെക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ RSS KC വേണുഗോപാൽ ഉൾപ്പെടെ പറഞ്ഞു. SFIയുടെ വെല്ലുവിളിക്ക് ഇടെ ആണ് ഗവർണർ ഇന്ന് ക്യാമ്പസിലേക്ക് എത്തുന്നത്. എന്തായാലും ഇപ്പോൾ വിചിത്രമായ വാദമാണ് ആർഷോ നടത്തുന്നത്. ഗവർണർ അങ്ങനെ പ്രകോപിപ്പിക്കാൻ നോക്കിയാൽ SFIയെ പ്രകോപിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ്. പക്ഷേ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു ആദ്യം SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്.